last performance. Koch dhamaka on stage ayala. Yes, it's a festival round. Please welcome Vinesh and Angela. Vinesh, Angela, both are looking very pretty. Oru endana ee oru costume total confuse avunu. Diwali aano? Okay. Oh, it's a festival of lights, Diwali, alle? Appo angane thanne ee full stage full of lights avate. All the best. सुनो जी घर वाली आई है दिवाली, सुनो जी घर वाली, तेरे कंगने ने दिल धड़काया है। लगे सजना मेरा लगे सजना मेरा लगे सजना मेरा आज पगलाया है। लगे सजना मेरा आज पगलाया है। आई है दिवाली सुनो जी घर वाली, तेरे कंगने ने दिल धड़काया है। सजना पगलाया है। सजना पगलाया है। तेरा सिंगार लाया बाहर, आया रे आया तुझ पे हमको प्यार। मर्दों का क्या बेदर्दों का क्या, क्या जानो तुम क्या होता है प्यार। क्यों भला हम करें तुम पे एतबार। बोले होठों की लाली डोले कानों की बाली, तेरी चुनरी ने जलवा दिखाया है। लगे सजना मेरा लगे सजना मेरा लगे सजना मेरा आज पगलाया है। लगे सजना मेरा आज पगलाया है। चारों तरफ दिए जा रहे, देखो जी देखो ये क्या कह रहे। कहीं पे निगाहें कहीं पे निशाना, हम जानते हैं ये किस्सा पुराना। ना करो दिल लगी छोड़ो सताना। तू ये माने ना माने हम है तेरे दीवाने, देखो मौसम मोहब्बत का आया है। लगे सजना मेरा लगे सजना मेरा लगे सजना मेरा आज पगलाया है। ओ लगे सजना मेरा आज पगलाया है। ദിവാലി ഫെസ്റ്റിവൽ ആയിരുന്നു. ലൈറ്റ്സും പടക്കങ്ങളൊന്നും കൂടുതലൊന്നും കണ്ടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ലഡ്ഡു ഉണ്ട്. ഐ ബി ബിസി വിത്ത് ദിസ്. യു ആൾ ബി ബിസി വിത്ത് ദ കമന്റ്സ്. ശാന്തി മാസ്റ്റർ ഒരു കളർഫുൾ പ്രസൻറ്റേഷൻ ആയിരുന്നു. ഒരു ഫീൽ കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ പെൺകുട്ടികളെല്ലാം ഒരു സ്ഥലത്തിരിക്കുന്നു, ബോയ്സ് എല്ലാം ഒരു സ്ഥലത്ത്. അതിൽ നമ്മുടെ ഹീറോയുടെ ഒരു വരവ്, ഹീറോ വന്ന ഉടനെ ഹീറോയിൻ ചാടി ഓടിപ്പോയി രണ്ടുപേരും ഡാൻസ് തുടങ്ങി. നന്നായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് പ്രസൻറ്റേഷൻ. ഡാൻസ് വാസ് ഈ ഒരു കോസ്റ്റ്യൂം അനുസരിച്ച്, ഈ ഒരു മൂഡ് അനുസരിച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ക്ലംസിനെസ്. ഞാൻ പറയുന്നില്ല,
പ്രാക്ടീസ് ഉണ്ടായിരുന്നോ ഇല്ലയോ, നന്നായിട്ട് ചെയ്തോ ഇല്ലയോ ഞാൻ ചോദിക്കുന്നില്ല. ഇൻവോൾവ്മെൻറ്റ് ഇച്ചിരി കുറവായിപ്പോയി. അഞ്ജല നന്നായിട്ട് ചെയ്തു, വിനീഷ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ എന്ന നിലയ്ക്കുള്ള ഒരു ഇതിൽ കുറച്ചുകൂടി വിനീഷ് ഇപ്പോഴും ഒരു കോൺഷ്യസ്നെസ് ചെയ്യുന്നു. അത് ഫേസിൽ ഒരു ഫ്ലാറ്റ് ഒരു ചിരിയാണ് ഇപ്പോൾ വരുന്നത്. അത് വിനീഷ് മാറ്റിയെടുത്തേ പറ്റുള്ളൂ, മാറ്റണം ആ എക്സ്പ്രഷൻ. നിങ്ങൾ ഇപ്പോൾ എല്ലാ ഡാൻസിൽ ഒരേ മാതിരി എക്സ്പ്രഷൻ ആയിപ്പോയി വിനീഷിൻ്റെ, ഒരു പ്ലാസ്റ്റിക് ചിരി. യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് വിനീഷ്. അഞ്ജല നന്നായിരുന്നു, ചെയ്തു. നമുക്ക് ഹിന്ദി സിനിമയിലെ കാണുന്ന ഒരു പാട്ട് മാതിരി തന്നെയായിരുന്നു ഫോർമേഷൻസ് ഇവർ ഇതെല്ലാം. പക്ഷേ കൂടെ വന്ന പിള്ളേർ ഇച്ചിരി പ്രായം കുറവുള്ള പിള്ളേരായതുകൊണ്ട് നിങ്ങളുടെ പ്രായത്തിന് ഒരു മാച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. ചെറിയ കുട്ടികളെല്ലാവരും. സോ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടുള്ള ഉള്ള ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ജസ്റ്റിഫൈ ചെയ്തേനെ. യു ട്രൈഡ്, നിങ്ങളുടെ അറ്റംപ്റ്റ് നല്ലതായിരുന്നു. ഈ ഫെസ്റ്റിവൽ റൗണ്ടിന് വേണ്ടിയിട്ട് വേറെ ഒരു ഫെസ്റ്റിവൽ ഇതുവരെ കണ്ട ഫെസ്റ്റിവൽ റൗണ്ടിൽ ആരും എടുക്കാത്ത ഒരു ഫെസ്റ്റിവൽ നിങ്ങൾ കൊണ്ടുവന്നത് നല്ലതായിരുന്നു. ഐ എം എക്സ്പെക്ടിങ് സംതിങ് മോർ. താങ്ക് യു മാസ്റ്റർ. ലൈല മജ്നു. വിനീഷ് ആൻഡ് അഞ്ജല. അതെ, കൊറിയോഗ്രാഫി കുറച്ച് ക്ലംസിയായി പോയി. കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റാണ്. പിന്നെ വിനീഷ് ഹിന്ദി പാട്ട് പാടും, നന്നായിട്ട് പാടി. കുറച്ച് മാസ്റ്റർ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ഫ്ലാറ്റ് സെയിം എക്സ്പ്രഷൻ ഉണ്ട്, ചിരിയുണ്ട് വിനീഷിന്. അത് നല്ല ഉണ്ട്. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വെറുതെ സംസാരിച്ച് കഴിഞ്ഞാൽ എത്രയോ എക്സ്പ്രഷൻ വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഡാൻസിന് വരുമ്പോൾ അത് മാത്രം കൺസിഡർ. ഇപ്പം വിനീഷ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. എന്താണെങ്കിൽ നമ്മൾ പറഞ്ഞത് മലയാളത്തിലായിരിക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ ഹിന്ദി സോങ് വിനീഷ് പാടുന്നുണ്ട്, ഒരു 2 ലൈൻ പാടൂ. എന്താ വിനീഷ്? ശരി ഓക്കെ. അപ്പം അത് തന്നെ പറയണേ, അറിയാത്ത ലാംഗ്വേജ് നിങ്ങൾ അത് മൈമിങ് ചെയ്തിട്ടാണ് ഓക്കെ ഫോളോ ചെയ്തതല്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡാൻസ് വൈസ് കൂടുതൽ പറഞ്ഞ പോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എനിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ഈ കോളേജിലൊക്കെ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. ഫെസ്റ്റിവലിന്റെ ആ ഒരു പഞ്ച് വന്നില്ല. പിന്നെ കുറച്ച് വീക്ക് ആയതുപോലെ. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവലിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഉണ്ടാവില്ലേ, കോളേജ് ആനിവേഴ്സറി ഫംഗ്ഷൻ കൊണ്ടിട്ടോ ഈ കോളേജ് പിള്ളേർക്കെല്ലാം ചെയ്യൂല്ലേ, അതുപോലെ തന്നെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എ കോമ്പറ്റീഷൻ ഡാൻസ്. ഇറ്റ് ക്യാൻ ബി ബെറ്റർ. കോൺസെപ്റ്റ് വാസ് ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റോമിയോ ജൂലിയറ്റ്. വിനീഷ്, അഞ്ജല. വിനീഷ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ ചേട്ടൻ പറഞ്ഞേ. എന്തൊക്കെയാ പറഞ്ഞേ എന്ന് പറഞ്ഞേ? എക്സ്പ്രഷൻ സെയിം ആണെന്ന് പറഞ്ഞു, പാട്ടുപാടാൻ പറഞ്ഞു. പിന്നെ കോളേജ് ഫംഗ്ഷൻ്റെ പറഞ്ഞു. ഓ, കോളേജ് ആനുവൽ ഡേ എനിക്ക് ശരിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ഒരു പെർഫോമൻസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരു അമച്വർ പെർഫോമൻസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു മാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ഥിരം ടീമല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റൊക്കെ ആ സ്റ്റില്ല് നിന്നെന്ന് പറഞ്ഞാൽ ഒരു വന്ന് ഇങ്ങനെയൊക്കെയോ അങ്ങനെ ലാസ്റ്റ് ഒപ്പിച്ച് കൂട്ടിയെന്നല്ലാതെ അതിലൊരു വിനീഷ് അഞ്ജലയുടെ ഒരു നോർമൽ ഒരു സാധാരണ റെഗുലർ പെർഫോമൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡിനൊത്ത് ഇത് വന്നില്ല. കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. യെസ്, ഇറ്റ് വാസ് നോട്ട് അപ് ടു മാർക്ക്. ഇത് வந்து ഒരു കോമ്പറ്റീഷൻ மாதிரி இல்ல. ഇറ്റ് വാസ് ജസ്റ്റ് നോർമലാ வந்து டான்ஸ் ചെയ്തിട്ട് പോണാൽ എങ്ങനെ ഉണ്ട് അങ്ങനെ. ഇറ്റ് വാസ് ലൈക്ക് ഇൻ പ്രാക്ടീസ്. ഒരു ഡാൻസ് ഹാളിൽ കോമ്പറ്റീഷൻ പോறதுக்கு മുன்னாடி ദിൽ പ്രാക്ടീസ് നോ. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. വിനീഷ് ആലോചിക്കുന്നുണ്ടാ വിനീഷ് എന്ന ലഡു വാങ്ങിച്ച് എന്നിട്ട് ഇതൊക്കെ പറയുന്നല്ലോ. ലഡു ഞാൻ തിന്നും, പക്ഷേ എൻ്റെ പണിയും ഞാൻ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഒരു അമച്വർ പെർഫോമൻസ് ആയിരുന്നു. നെക്സ്റ്റ് ലെവൽ ടു ഇംപ്രൂവ് എ ലോട്ട് വിനീഷ്. have to work out lot in concept, in your coordination, in your improvement, in your perfections. Yeah, okay, wish you all the best. Thank you. നമുക്ക് മാർക്സിലേക്ക് പോകാം. Let's see മാർക്സ് നല്ല സ്വീറ്റ്നെസ് തരുന്നുണ്ടോ ശാന്തി മാസ്റ്റർ? I'll give you 7 on 10. 7 on 10. ലൈല മജ്നു 7 on 10. 7 on 10. റോമിയോ ജൂലിയറ്റ് 7 on 10. 7 on 10. 21 out of 30. Not bad അല്ലേ? കുഴപ്പമില്ല. ലഡു ഒക്കെ തന്നല്ലേ, അതിൻ്റെ ഒക്കെ സന്തോഷം അവർക്കും ഉണ്ടാവും. പക്ഷെ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഇന്നത്തെ എപ്പിസോഡ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയ ഫീൽ ആയിരുന്നു. പിന്നെ ഫെസ്റ്റിവൽ റൗണ്ട്, ഫോക്ക് റൗണ്ട്, കോലി ഡാൻസ് വാസ് റിയലി ഓസം. പക്ഷേ ഇവരിൽ മൂന്നിൽ നിന്നും ആരാണ് ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ നമുക്ക് നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ ദി contestants on stage, please. ഓക്കെ, അപ്പൊ ഇവിടെ contestants എല്ലാവരും ഉണ്ട്. ശാന്തി മാസ്റ്റർ, ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ? ദിസ് ഇസ് ഓൺലി ബെസ്റ്റ് പെയർ ഓഫ് ദ ഡേ. ഇന്ന് ഈ 3 പെർഫോമൻസിന് ആരാണ് ഏറ്റവും ബെസ്റ്റ്? നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, പക്ഷെ ഇന്ന് ബെസ്റ്റ് ജോഡി തന്നെ മതി. ഐ തിങ്ക് ഭയങ്കര പാവപ്പെട്ട പയ്യന്മാരായിട്ട് വന്ന് നിൽക്കുന്ന ഈ എമിൽ ആൻഡ് സുമേഷ് ആയിരിക്കും ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ്. Okay, congratulations Emil and Sumesh. They are the best pair of the day. അപ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. This is me, Sujaro, signing off from Let's Dance Season 2. हाय कोली सोरील्या टोली रम मुंबईच्या किनारी अगो मारुतीन कोली हानलन खोली चल जाऊ बाजारी. बाजारी लोकांच्या नजरा परतीन गो तुझ्यावरी कला गवारू करतेस यो नखरा चल जाऊ बाजारी. बेसावच्या बाजारी लोकांच्या नजरा परतीन गो तुझ्यावरी कला गवारू करतेस यो नखरा चल जाऊ बाजारी. സോ അമൃത ടി വിയിലെ ലെറ്റ്സ് ഡാൻസ് ഷോയിൽ കൂടുതൽ ഡാൻസേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. എത്രയോ ടാലൻസ് പുറത്ത് പോയിട്ട് ഈ മീൻസ് ഡാൻസ് ഷോയിലെ ടാലൻസ് വിൻ ചെയ്യുന്ന ആൾക്കാർ പുറത്ത് പോയിട്ട് എത്രയോ അവരുടെ കഴിവ് കാണിച്ചിട്ടുണ്ട്. സോ ഈ ഷോയിൽ ലെറ്റ്സ് ഡാൻസ് ഷോയിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ലിങ്ക് നോക്കാം. എന്തെങ്കിലും നോക്കിയിട്ട് ഉങ്ങളുടെ സപ്പോർട്ട്, ഉങ്ങളുടെ അഡ്വൈസ് എന്തെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ പ്ലീസ് കം ആൻഡ് ഷെയർ. ആൻഡ് ഹോപ്പ്ഫുള്ളി 100% ഞങ്ങൾ ജഡ്ജസ് എല്ലാവരും അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കും. പ്ലീസ് വാച്ച് ലെറ്റ്സ് ഡാൻസ് ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു സോ മച്ച്. ജോൺ അരവിന്ദൻ, ഇനി ഞാൻ ചെയ്യുന്ന സിനിമയിലെ എന്തെങ്കിലും ഒരു പാട്ടിൽ ഒരു ഐറ്റം നമ്പർ വേണമെങ്കിൽ ഞാൻ ഇവളെ മാത്രമേ വിളിക്കൂ. എന്നാ എക്സ്പ്രഷൻ, എന്നാ പാട്ട്, അമ്മമ്മമ്മമ്മമ്മ. സെക്കൻഡ് ലെവൽ ഓഫ് പെർഫോമൻസിന് പറ്റിയൊരു ഡാൻസ് ആയിരുന്നില്ല. ഒരു ഫസ്റ്റ് റൗണ്ട് നിങ്ങളുടെ ഒരു തുടക്കമായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്കത് കുട്ടികളായിരുന്നു. കാര്യം നിങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്ത ഡാൻസേഴ്സാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റിയാലിറ്റി ഷോയിൽ. അത് മാത്രമല്ല പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിൽ ഒരു പേരും കൂടെയാണ്. പാലിതാനി ച സൂര്യേലയം പ്രാപ്നുവന്തി
या सूर्य सो നമ്മൾ പൂജിക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ നിങ്ങൾ വേറെ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ, അതായത് പുള്ളിക്ക് ഒരു തോന്നലാണ്, ഇങ്ങനെ പോയാൽ ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ പോയിട്ട് അടുത്ത് ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ എക്സിറ്റ് ആൻഡ് എൻട്രി അല്ലെങ്കിൽ ഈ പൊസിഷനിലേക്ക് മാറുന്നത് അതും കൂടി കൊറിയോഗ്രാഫറിന്റെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ട് കറക്റ്റ് രീതിയിൽ വേണം അത് ചെയ്യേണ്ടത്. ഹലോ ജോൺ, പോട്ട് മാസ്റ്റർ പോയി കൊണ്ടുപോയി.